ഹായ് ഗായ്സ്, വെൽക്കം ടു താനീസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്താണെന്ന് വിചാരിച്ചാൽ ഹൗ ക്വസ്റ്റ്യൻസ് ആണ്. ഹൗ ക്വസ്റ്റ്യൻസ് മീൻസ് എത്ര, എങ്ങനെയെന്നൊക്കെയുള്ള ക്വസ്റ്റ്യനിൽ തുടങ്ങുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ ഡെയിലി ലൈഫിൽ എപ്പോഴും അല്ലെങ്കിൽ കൊച്ചുകുട്ടികളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഹൗ ഓൾഡ് ആർ യു. നിനക്ക് എത്ര വയസ്സായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്, ഹൗ ഓൾഡ് ആർ യു. അപ്പോൾ നമ്മൾ എന്ത് പറയും? ഐ ആം 6 years old. ഐ ആം 6 years old. ഐ ആം 10 years old. ഇപ്പം നമുക്ക് 10 വയസ്സുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? ഐ ആം 10 years old. അല്ലെങ്കിൽ നമുക്ക് ചുരുക്കി എങ്ങനെ പറയാം? ഐ ആം 10. ഹൗ ഓൾഡ് ആർ യു? നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്? അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഐ ആം 30 years old. ഐ ആം 40 years old. അപ്പോൾ നമുക്ക് ചുരുക്കിയിട്ട് ഐ ആം 40. ദെൻ നിങ്ങളുടെ മകന് എത്ര വയസ്സായി? ഹൗ ഓൾഡ് ഈസ് യുവർ സൺ? നമുക്ക് എങ്ങനെ പറയാം? ഹീ ഈസ് 12. അവന് 12 വയസ്സായി. ഹീ ഈസ് 20. അവന് 20 വയസ്സായി. ഇനിയിപ്പോൾ നിങ്ങളുടെ മകൾക്ക് എത്ര വയസ്സായി എന്നാണെങ്കിലോ? ഹൗ ഓൾഡ് ഈസ് യുവർ ഡോട്ടർ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഷീ ഈസ് 20. അവൾക്ക് 20 വയസ്സായി. ഷീ ഈസ് 20. അവൾക്ക് 20 വയസ്സായി. ഷീ ഈസ് 13. ഷീ ഈസ് 14. അപ്പം നമ്മളുടെ മക്കൾക്ക് എത്രയാണോ വയസ്സ്, അവനാണെങ്കിൽ ഹീ എന്നും അവളാണെങ്കിൽ ഷീ എന്നും നമുക്ക് ഉപയോഗിക്കാം. ദെൻ നിങ്ങളുടെ അച്ഛന് സുഖമാണോ? ഹൗ ഈസ് യുവർ ഫാദർ? നിങ്ങളുടെ അച്ഛന് സുഖമാണോ? ഹൗ ഈസ് യുവർ ഫാദർ? ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഹീ ഈസ് ഫൈൻ. നമുക്ക് വേണ്ടിക്ക് പറയാം. ഓക്കെ, അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല. ഇനി അദ്ദേഹത്തിന് സുഖമില്ലാന്നാണെങ്കിലോ? ഹീ ഈസ് നോട്ട് വെൽ. ഹൗ ഈസ് യുവർ ഫാദർ? ഹീ ഈസ് നോട്ട് വെൽ. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഓക്കെ, ഹീ ഈസ് ഫൈൻ. അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല. അപ്പം അദ്ദേഹത്തിന് സുഖമില്ലാന്നാണെങ്കിൽ ഹീ ഈസ് നോട്ട് വെൽ. ദെൻ അവിടെ കാലാവസ്ഥ എങ്ങനെയുള്ളതായിരുന്നു? അടുത്തത്, അവിടെ കാലാവസ്ഥ എങ്ങനെയുള്ളതായിരുന്നു? ഹൗ വാസ് ദ വെദർ ദർ? അപ്പം നമുക്ക് എന്താ പറയുക? ഇറ്റ് വാസ് ടു ഹോട്ട്. അവിടെ ഭയങ്കര ചൂടായിരുന്നു. അവിടെ നല്ല തണുപ്പായിരുന്നു. അങ്ങനെ ഒരു ഇറ്റ് വാസ് ക്വൈറ്റ് കോൾഡ്. ഹൗ വാസ് ദ വെദർ ദർ? അവിടെ കാലാവസ്ഥ എങ്ങനെയുള്ളതായിരുന്നു? അപ്പോൾ ഇറ്റ് വാസ് ടു ഹോട്ട്. നല്ല ചൂടാണെങ്കിൽ ടു ഹോട്ട്. ഇനിയിപ്പോൾ നല്ല തണുപ്പായിരുന്നെങ്കിൽ ഇറ്റ് വാസ് ക്വൈറ്റ് കോൾഡ്. ദെൻ നിങ്ങളെങ്ങനെ മടങ്ങിയെത്തി? ഹൗ ഡിഡ് യു റിട്ടേൺ? അപ്പം നമ്മൾ ട്രാവൽ ചെയ്യുന്നത് ഏതിലായിരിക്കും? ഒന്നുകിൽ ബസ്സിലായിരിക്കും, ട്രെയിനിലായിരിക്കും, കാറിലായിരിക്കും, പ്ലെയിനിലായിരിക്കും. അപ്പോൾ നമ്മുടെ ട്രെയിന് വഴിയാണ് മടങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ബൈ ട്രെയിൻ. ഹൗ ഡിഡ് യു റിട്ടേൺ? ബൈ ട്രെയിൻ. പ്ലെയിന് വഴിയാണെങ്കിൽ ബൈ പ്ലെയിൻ. കാറിലാണെങ്കിൽ ബൈ കാർ. ദെൻ ബസ് വഴിയാണെങ്കിൽ ബൈ ബസ്. ഇങ്ങനെയാണ് പറയാം. ഹൗ ഡിഡ് യു റിട്ടേൺ? ബൈ ബസ്, ബൈ കാർ. ദെൻ അവൻ എങ്ങനെ സ്കൂളിൽ പോകും? നെക്സ്റ്റ്, അവൻ എങ്ങനെ സ്കൂളിൽ പോകും? ഹൗ ഡസ് ഹി ഗോ ടു സ്കൂൾ? അതും തൊട്ട് മുന്നിലത്തെ ക്വസ്റ്റ്യൻ പോലെ തന്നെ നമ്മൾ സ്കൂളിലേക്ക് ഏതിനാണ് പോവുക? സാധാരണ ബസ്സിനാണ് പോവുക, ബൈ ബസ്. അപ്പോൾ ഹൗ ഡസ് ഹി ഗോ ടു സ്കൂൾ? അവൻ എങ്ങനെ സ്കൂളിൽ പോകും? ബൈ ബസ്. ചിലപ്പോൾ നമ്മുടെ പാരൻസ് തന്നെ കൊണ്ടാക്കുന്നുണ്ടാകാം കാറിൽ. അപ്പോൾ നമ്മൾ എന്ത് പറയും? ബൈ കാർ. പിന്നെ സ്റ്റുഡൻസ് ട്രെയിന് വഴിയൊക്കെ തീവണ്ടിയിലൊക്കെ കയറിയിട്ട് പോകുന്നേ ഉണ്ടാവില്ലേ? അപ്പോൾ എന്ത് പറയും? ബൈ ട്രെയിൻ. പ്ലെയിനിന് ആരും അധികം സ്കൂളിൽ പോയിട്ട് പറഞ്ഞതായിട്ട് കേട്ടിട്ടില്ല. അപ്പോൾ ഹൗ ഡസ് ഹി ഗോ ടു സ്കൂൾ? ബൈ ബസ്, ബൈ കാർ, ബൈ ട്രെയിൻ. അപ്പം നമുക്കൊന്നുകൂടി നോക്കാം. ഹൗ എന്ന് പറഞ്ഞാൽ എത്ര, എങ്ങനെ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് വരിക. ഫസ്റ്റ്, നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്? ഹൗ ഓൾഡ് ആർ യു? നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്? ഹൗ ഓൾഡ് ആർ യു? നിങ്ങളുടെ മകന് എത്ര വയസ്സായി? ഹൗ ഓൾഡ് ഈസ് യുവർ സൺ? നിങ്ങളുടെ മകന് എത്ര വയസ്സായി? ഹൗ ഓൾഡ് ഈസ് യുവർ സൺ? നിങ്ങളുടെ അച്ഛന് സുഖമാണോ? ഹൗ ഈസ് യുവർ ഫാദർ? നിങ്ങളുടെ അച്ഛന് സുഖമാണോ? ഹൗ ഈസ് യുവർ ഫാദർ?
അവിടെ കാലാവസ്ഥ എങ്ങനെയുള്ളതായിരുന്നു? ഹൗ വാസ് ദ വെദർ ദർ? അവിടെ കാലാവസ്ഥ എങ്ങനെയുള്ളതായിരുന്നു? ഹൗ വാസ് ദ വെദർ ദർ? നിങ്ങൾ എങ്ങനെ മടങ്ങിയെത്തി? ഹൗ ഡിഡ് യു റിട്ടേൺ? നിങ്ങൾ എങ്ങനെ മടങ്ങിയെത്തി? ഹൗ ഡിഡ് യു റിട്ടേൺ? അവൻ എങ്ങനെ സ്കൂളിൽ പോകും? ഹൗ ഡസ് ഹി ഗോ ടു സ്കൂൾ? അവൻ എങ്ങനെ സ്കൂളിൽ പോകും? ഹൗ ഡസ് ഹി ഗോ ടു സ്കൂൾ? അപ്പോൾ ഇതൊക്കെയാണ് ഹൗ ക്വസ്റ്റ്യൻസ്. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.